ശ്രീ ഗുരുവായൂരപ്പനായി ഭക്തർ നടത്തുന്ന പ്രധാന വഴിപാടാണ് തുലാഭാരം. തന്നെ പൂർണ്ണമായി ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കുക എന്ന സങ്കല്പത്തിൽ ഭക്തൻ സ്വന്തം തൂക്കത്തിനൊപ്പം ഇഷ്ടദ്രവ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. വലിയ തുലാസിൽ ഒരു തട്ടിൽ ഭക്തൻ ചമ്രം പടിഞ്ഞ് തൊഴുകൈകളോടെ ഇരിക്കും. മറ്റേ തട്ടിൽ വെണ്ണയും കദളിപ്പഴമോ പഞ്ചസാരയോ തുടങ്ങി ഭക്തന് ഭഗവാന് സമർപ്പിക്കേണ്ട ഏതൊരു ദ്രവ്യവും വയ്ക്കും. ദ്രവ്യങ്ങളുടെ തട്ട് താഴ്ന്നാൽ പ്രാർത്ഥിച്ച് തട്ടിൽ നിന്ന് ഇറങ്ങും. തീർത്ഥജലം മുതൽ സ്വർണം വരെ തുലാഭാരത്തിനായിട്ട് ഉപയോഗിക്കും. ക്ഷേത്ര കിഴക്കേ ഗോപുരത്തിനോട് ചേർന്നുള്ള തുലാഭാര കൗണ്ടറിൽ 100ഓളം സാധനങ്ങൾ കരുതി വയ്ക്കും. മറ്റു സാധനങ്ങൾ ഭക്തർ കൊണ്ടുവരികയോ ദേവസ്വത്തിനെ മുൻകൂട്ടി അറിയിച്ച് വാങ്ങിവെക്കുകയോ വേണം. തുലാഭാരത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പുലർച്ചെ 5 മുതൽ നട തുറന്നിരിക്കുന്ന സമയത്ത് തുലാഭാരം നടത്താം. അഹിന്ദുക്കൾക്ക് കിഴക്കേ നടപ്പുരയിലാണ് തുലാഭാരം. ശ്രീ ഗുരുവായൂരപ്പനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഭാഗമായി പല വസ്തുക്കൾ തുലാഭാര സമർപ്പണത്തിന് എത്താറുണ്ട്. നാണയങ്ങൾ, നോട്ടുകൾ, നോട്ടുപുസ്തകങ്ങൾ, ഇളനീർ, കയറ്, പുല്ല്, കൽക്കണ്ടം, കാർഷിക വിളകൾ, പൂവ്, അങ്ങനെ പലതും ഭക്തർ കൊണ്ടുവരാറുണ്ട്. ക്ഷേത്രത്തിനകത്ത് വിലക്കുള്ള സാധനങ്ങളാണെങ്കിൽ ക്ഷേത്രത്തിന് പുറത്ത് കല്യാണ മണ്ഡപത്തിനടുത്തുള്ള വലിയ തുലാസിൽ വഴിപാട് നടത്താം. ഗുരുവായൂരപ്പന് തുലാഭാരം വഴിപാട് നടത്തിയവരിൽ മുൻ രാഷ്ട്രപതിമാർ, മുൻ പ്രധാനമന്ത്രിമാർ തുടങ്ങി പല പ്രമുഖരുമുണ്ട്. 2008 ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ ഗുരുവായൂരപ്പ ദർശനത്തിനെത്തിയ ശ്രീ നരേന്ദ്രമോദി തുലാഭാരം നടത്തിയാണ് മടങ്ങിയത്. 2019 ജൂൺ 8 ഗുരുവായൂരപ്പ ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമരപ്പൂ കൊണ്ട് തുലാഭാരം നടത്തിയാണ് മടങ്ങിയത്. കൗതുകങ്ങൾ നിറഞ്ഞതും നിഷ്കളങ്കവുമാണ് ഗുരുവായൂരപ്പനുള്ള തുലാഭാരം വഴിപാട്. ഒരിക്കൽ ഒരു സിനിമാ നിർമ്മാതാവ് തൻ്റെ സിനിമയുടെ പ്രദർശനത്തിനു തയ്യാറാക്കിയ ഫിലിം റോൾ മുഴുവൻ കൊണ്ടുവന്ന് നാളികേരം കൊണ്ട് തുലാഭാരം നടത്തി. മറ്റൊരു ഭക്തൻ തൻ്റെ മോട്ടോർ സൈക്കിൾ ഇളനീർ കൊണ്ട് തുലാഭാരം നടത്തിയതും കൗതുക കാഴ്ചയായിരുന്നു. ഒരു ഭക്തൻ്റെ മകന് പനി അധികമായി നെറ്റിയിൽ ഐസ് വെച്ചാണ് അദ്ദേഹം ആ അവസ്ഥ മറികടന്നത്. ഇതിനെ തുടർന്ന് അദ്ദേഹം ഐസ് കട്ട കൊണ്ട് തുലാഭാരം നേർന്നു. നമ്മുടെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ക്രിക്കറ്റ് ബാറ്റുകൾ കൊണ്ട് തുലാഭാരം നടത്തിയതും ശ്രദ്ധേയമായി. 2006 പ്രമുഖ വ്യവസായി PNC വേനോൻ തൻ്റെ 58ാം പിറന്നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിച്ച തുലാഭാരം നടത്തിയത്. അന്ന് 70 കിലോ തങ്കം കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുലാഭാരം വഴിപാട്. കയറും ചേനയും ചകിരിയും മടലും വിറകും തവിടും അപ്പവും പാൽപ്പായസവും കരിവേപ്പിലയും ഒക്കെ തുലാഭാരത്തിൻ്റെ വിഭവങ്ങളാകുന്നു. പ്രധാനമായും കുട്ടികൾക്ക് ചോറും വഴിപാടിനൊപ്പം തുലാഭാരം നടത്തി മടങ്ങുന്നത് കണ്ടുവരുന്നു. ഇതര മതവിഭാഗങ്ങൾപ്പെട്ടവരും ഗുരുവായൂരപ്പന് തുലാഭാരം നടത്താറുണ്ട്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.